എന്ത് തോന്നുന്നു? അനിയേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര അതായത് എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നത്? ജോലിയാണ്. എന്ത് ജോലിയാ? ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് ജോലി. നൈസ്. അപ്പൊ എന്തെങ്കിലും ഡാൻസ് ചെയ്യാനുള്ള ഒരു ഇതെന്താ, മോട്ടിവേഷൻ എന്താ? ചെക്കനോട് കൊച്ച് വർഷം തുടങ്ങി ഞങ്ങള് ബാംഗ്ലൂർ പ്രോഗ്രാമിന് പോയപ്പോഴും ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ സ്റ്റേജിൽ കയറി കളിച്ചോ? ചെന്നൈ ഒന്ന് കളിക്കാവോ കൂട്ടാവോന്ന് ചോദിച്ചു. അങ്ങനെ സ്റ്റേജിൽ കയറി? അല്ല, സ്റ്റേജിലല്ല, ചെയ്യുന്നതാണ്. സ്കൂളിലും കോളേജിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് ഒന്നാച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞ് സ്റ്റെപ്പ് കാണിച്ചു തന്നു. അത് മനോരമയില് ചാനലിൽ വൈറലായി. അടിപൊളി അടിപൊളി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുമായിരുന്നു. ഇത് പഠിച്ചിനോ ഡാൻസ്? പിന്നെ ഞാനും ഇവനും ഇവന്റെ ചേട്ടനുണ്ട്, എന്റെ വൈഫ്, ഞങ്ങൾ 4 പേരും. അതുപോലെ തന്നെ പത്രത്തിലൊക്കെ ഇങ്ങനെ ഞങ്ങളെ പിന്നെ നല്ലപോലെ കേട്ട് അന്ന് എനിക്കറിയാം. അതിങ്ങനെ ഉദ്ഘാടനമൊക്കെ അപ്പൊ ഞങ്ങൾ ഓഫീസിലൊക്കെ ഇതിങ്ങനെ സംസാരിക്കും. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇന്നലെ പറഞ്ഞു ഓഫീസിൽ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു മോന്റെ കൂടെ ചിലപ്പോ നാളെ ഒരു പരിപാടിയുണ്ട്. സഹപ്രവർത്തകരെല്ലാം കാണുന്നുണ്ടാവില്ല, അവരെല്ലാരും ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ആ വിശേഷമൊക്കെ ഞങ്ങളെ അറിയിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരിൽ ഇത് കാണുന്നുണ്ടാവോ? അവര് കാണുന്നുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഡബ്ല്യൂ ഡാഡ് എല്ലാരും ഡബ്ല്യൂ ഡാഡ് സ്പാമേ.